പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 22 വെള്ളി. പ്രധാന വാർത്തകൾ. ദുബായ് ടൂറിസ്റ്റ് വിസയും സന്ദർശന വിസയും ലഭിക്കാൻ ഇനി മുതൽ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തതിന്റെ രേഖയും റിട്ടേൺ ടിക്കറ്റും നിർബന്ധം. ഒമാനിൽ നിന്ന് വിസയ്ക്ക് അപേക്ഷിച്ച പലർക്കും ഇത്തരം രേഖകൾ സമർപ്പിക്കാത്തതിനാൽ അപേക്ഷകൾ പാതി വഴിയിലാണ്. ചിലരുടെ അപേക്ഷകൾ മടങ്ങുകയും ചെയ്തു. പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ നിന്ന് ആവശ്യമായ മുഴുവൻ രേഖകളും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ഒമാനിലെ ട്രാവൽ ഏജൻസികൾ അറിയിച്ചു. വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ QR കോഡുള്ള ഹോട്ടൽ ബുക്കിംഗിന്റെ രേഖയും തിരിച്ചുപോകാനുള്ള വിമാന ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണമെന്ന് ദുബായ് എമിഗ്രേഷൻ ട്രാവൽ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1 മാസത്തെ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകളിൽ 3000 ദിർഹത്തിന് സമാനമായ തുകയും 2 മാസത്തെ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ കാർഡിൽ 5000 ദിർഹത്തിന് തുല്യമായ തുകയും ഉണ്ടായിരിക്കണം. ടൂറിസ്റ്റ് വിസയ്ക്കായി രാവിലെ അപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ റിട്ടേൺ ടിക്കറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ എമിഗ്രേഷൻ സൈറ്റിൽ ആവശ്യപ്പെട്ടതായി വിവിധ ട്രാവൽ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കി. രേഖകൾ സമർപ്പിക്കാത്ത ഒട്ടേറെ വിസ അപേക്ഷകൾ പ്രോസസ്സിംഗ് പൂർത്തിയാവാതെ കിടക്കുന്ന സ്ഥിതിയാണെന്നും ഇവർ പറഞ്ഞു. നേരത്തെ യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിലെ എമിഗ്രേഷനിൽ ആവശ്യപ്പെട്ടാൽ മാത്രം ഈ 2 രേഖകളും കാണിച്ചാൽ മതിയായിരുന്നു. ടൂറിസ്റ്റ് വിസകൾക്ക് ട്രാവൽ ഏജൻസികൾക്കാണ് അപേക്ഷിക്കാനാവുക. ട്രേഡിംഗ് കമ്പനികളും വ്യക്തികളും കുടുംബങ്ങളും അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ് സന്ദർശക വിസ. എന്നാൽ 2 വിസകളുടെയും നിയമങ്ങളും നിബന്ധനകളും ഒന്നുതന്നെ. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുതൈബി വിലായത്തിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു, 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇബ്രയെയും മുതൈബിയെയും ബന്ധിപ്പിക്കുന്ന പാതയിൽ വ്യാഴാഴ്ച രാവിലെയാണ് ദാരുണമായ സംഭവം. അപകടത്തിൽ 1-ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചതായും അധികൃതർ അറിയിച്ചു. മരണപ്പെട്ടവർ ഏത് രാജ്യക്കാരാണെന്നോ അപകടത്തിന്റെ മറ്റു വിവരങ്ങളോ അറിവായിട്ടില്ല. 7 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം അറിയിച്ചു. പരുക്കേറ്റവരെ ഇബ്ര ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. ഇവരിൽ ഗുരുതരവുമായ പരിക്കേറ്റവരെ നിസ്വ, സൂർ, ഖൗല, യൂണിവേഴ്സിറ്റി മെഡിക്കൽ സിറ്റി എന്നിവയുൾപ്പെടെയുള്ള നൂതന പരിചരണ കേന്ദ്രങ്ങളിലേക്ക് പിന്നീട് മാറ്റും. ഇത്തരം ദുരന്തങ്ങൾ തടയാൻ ഡ്രൈവർമാർ ജാഗ്രതയും ട്രാഫിക് നിയമങ്ങളും പാലിക്കണമെന്ന് ROP ആവശ്യപ്പെട്ടു. വാഹനമോടിക്കുന്നവരും ദീർഘദൂര യാത്ര നടത്തുന്നവരും സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് ആരോഗ്യ മന്ത്രാലയവും അഭ്യർത്ഥിച്ചു. എല്ലാ പൗരന്മാരും താമസക്കാരും വാഹനമോടിക്കുമ്പോൾ പ്രത്യേകിച്ച് ദീർഘദൂരങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ഉണർത്തി. അവധി ദിവസങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും കഴിഞ്ഞ ദിവസം അധികൃതർ ഉണർത്തിയിരുന്നു. ധോഫാർ ഗവർണറേറ്റിലെ സലാല വിലായത്തിൽ വാദിയിൽ കുടുങ്ങിയ 4 പേരെ രക്ഷപ്പെടുത്തി. വാദി അദുനൂബിൽ ഒഴുക്കിൽപ്പെട്ടവരെയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് എത്തി രക്ഷപ്പെടുത്തിയത്. സ്വദേശികളുടെ കൂടി സഹകരണത്തോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ധോഫാറിന്റെ വിവിധ ഭാഗങ്ങളിലും തീരപ്രദേശങ്ങളിലും ഇടിമിന്നലിന്റെ അകമ്പടിയോടെ മഴ ലഭിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള ഒമാൻ എംബസികൾ സുൽത്താനേറ്റിന്റെ ദേശീയ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നെതർലൻഡിലെ എംബസിയിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് ഒമാൻ അംബാസിഡർ ഷൈഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ സലീം അൽ ഹാർത്തി നേതൃത്വം നൽകി. സമാധാനം, സംഭാഷണം, സഹിഷ്ണുത എന്നിവയുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒമാനി വിദേശ നയത്തിന്റെ സ്തംഭങ്ങൾ പരിപാടിയിൽ വിശദീകരിച്ചു. സമ്പന്നമായ ഒമാനി സംസ്കാരവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു. CBSE 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. ഈ അധ്യയന വർഷത്തെ പൊതുപരീക്ഷകൾ 2025 ഫെബ്രുവരി 15-നാണ് തുടങ്ങുക. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 18-നും +2 പരീക്ഷ ഏപ്രിൽ 4-നും അവസാനിക്കും. പരീക്ഷയ്ക്ക് 86 ദിവസം മുന്നെയാണ് CBSE ഈ തീയതികൾ പ്രഖ്യാപിച്ചത്. ഇത്ര നേരത്തെ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 23 ദിവസം മുമ്പാണ് ടൈം ടേബിൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ പരീക്ഷകളുടെ തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 10ാം ക്ലാസ് പ്രാക്ടിക്കൽ പരീക്ഷ 2025 ജനുവരി 1-ാം തീയതിയും 12ാം തരം പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി 15-നും ആരംഭിക്കും.
ബുറൈമി വിന്റർ ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പിന് വർണ്ണാഭമായ തുടക്കം. ബുറൈമി പബ്ലിക് പാർക്കിൽ 3 ദിവസങ്ങളിലായി ബുറൈമിയുടെ ശീതകാല ഉത്സവം അരങ്ങേറും. വൈവിധ്യമാർന്ന കലാവിനോദ പരിപാടികൾ, പ്രശസ്തരായ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ, കുട്ടികളുടെ പ്രവർത്തനങ്ങളും പ്രാദേശിക കരകൗശല വിദഗ്ധരുടെ പ്രദർശനങ്ങളും തുടങ്ങി എല്ലാ ആളുകൾക്കും ആസ്വദിക്കാവുന്ന വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കൗണ്ടറുകൾ ഉൾപ്പെടെ ഫെസ്റ്റിവൽ നഗരിയിൽ ഉണ്ടാകും. ഒമാനി പൈതൃകവും സംസ്കാരവും വളർത്തിയെടുക്കുന്നതോടൊപ്പം പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ബുറൈമി ഗവർണറേറ്റിലെ ഇവന്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ സാലേം ബിൻ നംഷാൻ അൽ ഖാബി പറഞ്ഞു. ഉദ്ഘാടന ദിവസം നിരവധി ആളുകൾ ബുറൈമി പബ്ലിക് പാർക്കിൽ എത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.